ജില്ലാ പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 6-ാം തീയതി മുതൽ കേരളത്തിലെ നേഴ്സുമാർ 1333 രൂപ മിനിമം വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഹോസ്പിറ്റലുകളിൽ സമരത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ്. വിജലമായിട്ടുള്ള ഒരു സമരമുഖത്താണ് അറ്റ്ലസ് അപ്പോളോയിൽ യുവന്യയുടെ പ്രവർത്തകർ ഇവിടെ ഉള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്നൊരു സമരമാണ്. 1333 രൂപ എന്നുള്ള ഒരു തുച്ഛമായിട്ടുള്ള വേതനത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം ഒരിക്കലും ഒരു ഹോസ്പിറ്റലിനെ തകർക്കുവാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു സാധാരണ പൊതുസമൂഹത്തെ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമല്ല. ഈ സമരത്തിൽ തികച്ചും ന്യായമായിട്ടുള്ളൊരു സമരമാണ്. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ശക്തമായിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ പുറത്താണ് നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ സമരം ഒത്തുതീർക്കുവാൻ മാനേജ്മെൻറ്റുകൾ തയ്യാറായിട്ടില്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവും ഹോസ്പിറ്റൽ പ്രവർത്തനത്തിന് തന്നെ നമ്മൾ സമ്മതിക്കാത്ത രീതിയിലുള്ള സമരമാർഗത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വരുമെന്നോട് ഓർമ്മപ്പെടുത്തുന്നു. ജയ് ജയ് യുഎൻഎ, ജയ് ജയ് യുഎൻഎ. അതെ, കേരളത്തിൽ നടക്കുന്ന ഉടമേളം ഹോസ്പിറ്റലിലേക്ക് ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ എന്താണ് ഞങ്ങളിവിടെ മുന്നോട്ട് വച്ചത് നേരത്തെ പറഞ്ഞ പോലെ 1333 രൂപയായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോൾ 900 രൂപ പോലും ഒരു ദിവസത്തെ ശമ്പളം വന്നിട്ടില്ല. 900 രൂപയ്ക്ക് ഈ നാട്ടിൽ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഞങ്ങൾ ആ ശമ്പള പരിഷ്കരണ ഉത്തരവിനെ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് മാന്യമായിട്ട് ജീവിക്കാനുള്ള ശമ്പളം വേണം. കഴിഞ്ഞ 8 വർഷമായിട്ട് 1 രൂപയുടെ ശമ്പളം വർദ്ധിച്ചിട്ടുണ്ട്. ഓരോ 3 വർഷം കൂടുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ പലരും ചോദിക്കണേക്കാം, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ശമ്പളം വർദ്ധിപ്പിക്കാൻ സർക്കാർ എന്താ ചെയ്യണമെന്നുള്ള ചോദ്യങ്ങളിലാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കേരളത്തിലെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇവിടെയുള്ള തൊഴിൽ സമയവും അതുപോലെ തൊഴിൽ നിയമങ്ങളും അതുപോലെ ശമ്പളം ഉൾപ്പെടെയുള്ള വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ട ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് പ്രഖ്യാപിച്ച കൊടുക്കുന്ന മാനേജ്മെൻറ്റുകൾ പറയുന്നു. ഗവൺമെൻറ് ഞങ്ങൾ പറയുന്ന ശമ്പളം പ്രഖ്യാപിക്കണം, ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട ശമ്പളം പ്രഖ്യാപിക്കണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം.